ആമേൻ. നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ഹല്ലേലൂയ പറയട്ടെ. ഹല്ലേലൂയ. ആമേൻ. നമുക്കൊരു വാക്യം വായിക്കാം. Isaiah chapter 41 verses 10. So do not fear, for I am with you. Do not be dismayed, for I am your God. I'll strengthen you and help you. യെശയ്യാവ് 41:10. ഞാൻ നിന്നോട് ഉണ്ട്, ഭ്രമിക്കാൻ നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കുന്നു, ഞാൻ നിന്നെ സഹായിക്കുന്നു. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പരീക്ഷകൾ വരാറുണ്ടല്ലേ? പരീക്ഷ വരാറുള്ളപ്പോൾ ആർക്കൊക്കെ പേടി വരാറുണ്ട്? ആർക്കും പേടി വരാറില്ല? അപ്പോൾ എനിക്ക് മാത്രമാണ് പേടി വരാറുള്ളത്. ഓക്കെ, നമുക്ക് പലപ്പോഴും പേടി വരാറുണ്ട്. പേടി വരുമ്പോൾ പലപ്പോഴും പല പല ചിന്തകൾ വരാറുണ്ട്. എനിക്കത് പറ്റുമോ? എനിക്ക് എങ്ങനെ കഴിയും? എനിക്കുള്ള കാര്യമാണോ അതെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. ആ സമയത്താണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കേണ്ടത്. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഇത്രയും നാൾ നമുക്ക് ഇന്നലെ വരെ നമ്മുടെ കൂടെ നമ്മുടെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, നമ്മുടെ പാരൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് മുതൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. ആമേൻ, ആമേൻ. നമ്മുടെ വചനത്തിൽ പറയുന്നുണ്ട്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. നമ്മുടെ ടീച്ചറായിട്ട്, നമ്മുടെ പാരൻ്റായിട്ട് നമ്മുടെ കൂടെ ദൈവം എപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊന്നും അറിയാത്ത സമയത്ത് നമ്മളെ വഴി കൂട്ടി നടക്കുന്നത് നമ്മുടെ ദൈവമാണ്. ആമേൻ, ആമേൻ. പാട്ടുകാർ പറയുന്നു, മുട്ടൊന്നും വരികയില്ല, ബാധ നമ്മെ തെല്ലും തൊടുകയില്ല. എന്നാൽ നമുക്കൊന്ന് കൈകൾ ചേർത്ത് അടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? വിശ്വാസമുള്ളവർ ശക്തിയോടെ ചേർന്ന് പാടി നടത്തുന്ന ദൈവത്തെ നമുക്ക് പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. തൊടുകയില്ല, മുട്ടൊന്നും
വിശുദ്ധ സങ്കീർത്തനം 133 ഒന്നാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അപ്പോൾ ഒരുമിച്ച് നമ്മൾ കൂടിയെന്നെങ്കിൽ ഇന്ന് ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ഒരുമിച്ചിരുന്ന് ആരാധിക്കുന്നവരുണ്ട്, ഒരുമിച്ചൊരു ദേശത്തിൽ നിന്ന് ഒത്തൊരുമിച്ച് കടന്നു വന്നവരുണ്ട്. എല്ലാവരും നമ്മൾ ഒരുമിച്ച് വസിക്കുന്നത് ശുഭമാണ്, മനോഹരമാണ് എന്നാണ് സങ്കീർത്തനം അഥവാ ദൈവവചനം എഴുതി. അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണവും താഴേക്ക് ഉണ്ട്. നമ്മൾ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ ഇപ്പോൾ പാടിയ പാട്ട് വീണ്ടും റെഡി ആയിക്കൊള്ളണം ഒന്നുകൂടെ പാടാൻ വേണ്ടിയിട്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ രണ്ടാം വാക്യം ഇങ്ങനെ എഴുതിക്കുന്നത്, അത് വസ്ത്രത്തിൻ്റെ ഒരുമിച്ച് കൂടുന്നത്, ഒരുമിച്ച് ആരാധിക്കുന്നത്, അത് വസ്ത്രത്തിൻ്റെ വിളിമ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്ക്. ആരോൻ്റെ താടിയെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്, കുറ്റിത്താടിയല്ല, നീണ്ട താടി, നീണ്ട താടി. ഈ താടിയെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവൻ്റെ തലയിലെ വിശേഷ തൈലം പോലെയും. ഒരുമിച്ചുള്ള കൂടിവരവ് പകരുന്ന അഭിഷേക തൈലം പോലെയാണ്. വ്യാപരിക്കുന്ന ദൈവസാന്നിധ്യമാണ് ഒരുമിച്ച് കൂടിയുള്ള ആരാധന. ശക്തിയേറിയ ദൈവത്തിന്റെ ഇടപെടലാണ് ഒരുമിച്ച് കൂടിയുള്ള ആരാധന. സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹർമോനിയ മഞ്ഞു പോലെയുമാകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹമോ ശാശ്വതമായ ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് കൂടി ആരാധിക്കപ്പെടുമ്പോൾ നമ്മുടെ ശിരസിലേക്ക് വ്യാപരിക്കുന്ന ആത്മാഭിഷേകം, ആമേൻ, ശിരസിലേക്ക് വ്യാപരിക്കുന്ന അഭിഷേക തൈല, അത് താടിയിലൂടെ അഥവാ മുഖത്തിലൂടെ ഇറങ്ങി അത് കണ്ണിലേക്ക് വ്യാപരിച്ച്, അത് മൂക്കിലേക്ക് വ്യാപരിച്ച്, അത് നാവിലൂടെ വ്യാപരിച്ച്, അത് മുഖത്തൂടെ വ്യാപരിച്ച്, അത് താടിയിലൂടെ ഒരു മനുഷ്യന്റെ സകല അവയവങ്ങളിലേക്ക് അത് സൗഖ്യമാകുവാൻ കാരണമായി തീരുക, അത് ശുദ്ധീകരണം പ്രാപിക്കുവാൻ കാരണമായി തീരപ്പെടുക. ആമേൻ. നമ്മിലേക്ക് വ്യാപരിക്കുന്ന ഒരു ആത്മതൈലം, ഒരു ആത്മാവിന്റെ അഭിഷേകം സഹോദരന്മാർ ഒരുമിച്ച് കൂടുമ്പോൾ ദൈവം തന്നിരിക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്. ഇന്ന് നിന്റെ ഉച്ചം തല മുതൽ ഉള്ളം കാല് വരെ സകല രോഗത്തെ സൗഖ്യമാക്കുവാൻ, സകലത്തെയും വിശുദ്ധീകരിക്കുവാൻ കഴിയപ്പെടുന്ന ഒരു അഭിഷേക തൈലത്തിനായിട്ട് ആഗ്രഹിക്കുന്നവർ കരങ്ങളെ അടിച്ച് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. വീണ്ടും നമ്മളിപ്പോ പാടിയ പാട്ട് ഒരുമിച്ച് പാടി ദൈവത്തെ സ്തുതിക്കാം.